നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയത്. ബോബി ചെമ്മണ്ണൂരിനായി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ ഹാജരാകും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിഷ്ണു സുരേഷും വിശദാംശങ്ങൾ ഇപ്പോൾ നൽകും. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ നിന്നാണ് വിഷ്ണു ചേരുന്നത്. വിഷ്ണു, കോടതിയിൽ ഹാജരാക്കിയ ശേഷമുള്ള തുടർ നടപടികൾ തുടങ്ങിയോ? ഇപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണനയ്ക്കെടുക്കുന്നുണ്ടോ? കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ സാവകാശം വേണമെന്ന് കോടതിയിൽ എന്തായാലും അന്വേഷണ സംഘം ആവശ്യപ്പെടുമല്ലോ, അല്ലേ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ CJM കോടതിയിലേക്ക് എത്തിച്ചത്. JFSC രണ്ടാം കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കേൾക്കുക. അതിൽ അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതായത് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു റിമാൻഡ് ബോബി ചെമ്മണ്ണൂർ ഭയക്കുന്നു എന്നുള്ളതാണ് രാമൻപിള്ള അടക്കമുള്ള ആളുകളെ ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അസാധാരണമായ വേഗം ഈ കേസിൽ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അസാധാരണമായ നടപടികൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ സൈബർ കേസുമായി ഡീൽ ചെയ്യുന്ന പോലെയല്ല പോലീസ് ഈ കേസ് സ്വീകരിച്ചത്. ഹണി റോസിന്റെ പരാതി എത്തുന്നു, 2-ാം മണിക്കൂറിൽ കേസ്, അതിനുശേഷം 10 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ബോബിയുടെ അറസ്റ്റ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു പരാതിയിൽ ഒരു വ്യവസായ പ്രമുഖനെതിരെ ഇത്തരത്തിലൊരു നടപടി പോലീസ് സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനമായി ബോബി ചെമ്മണ്ണൂരിനെതിരെ BNS 75, 75(1), 67 IT ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യമാണ്. റിമാൻഡിലേക്ക് പോകണം എന്ന് പോലീസ് ആവശ്യപ്പെടും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നത സ്വാധീനമുള്ള ആളാണ് ഈ ബോബി ചെമ്മണ്ണൂർ. സാമ്പത്തികമായൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ കേസിന്റെ തെളിവുകളൊക്കെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് കോടതിയിൽ വാദിക്കും. അതോടൊപ്പം തന്നെ ഇനി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ഒരാവശ്യമുണ്ട്. ഇന്നലെ ഒരു മണിക്കൂർ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തത്. വളരെ ലാഘവത്തോടുകൂടി താൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിഷേധിക്കാതെ, അല്ലെങ്കിൽ താൻ പറഞ്ഞത് ഒരു സ്വാഭാവിക പരാമർശം മാത്രം എന്ന രീതിയിലേക്കൊക്കെ ചുരുക്കിയാണ് അദ്ദേഹം പോലീസിന് മറുപടി നൽകിയത്. ആ മറുപടി കൊണ്ട് പോലീസ് തൃപ്തരല്ല. കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ മറുപടി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് വേണമെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ബോബി അത്തരത്തിലുള്ള സഹകരണങ്ങൾ നടത്തിയില്ല എങ്കിൽ പോലും പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ശേഖരിക്കാനുള്ള നിലപാടും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യപടിയായി ഹണി റോസ് നൽകിയ രേഖകളുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ ഐഫോൺ ഇന്നലെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഐഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഐഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും ഐഫോണിൽ നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലായി ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കും. കാരണം ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്ന ആളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടാകും. അതിന്റെ ഭാഗമായാണ് മുൻപുള്ള വീഡിയോകൾ അടക്കം ഹാജരാക്കാൻ അന്വേഷണ സംഘം തയ്യാറായത്. വളരെ ശക്തമായൊരു റിമാൻഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി കോടതിയാണ് ഈ കേസുകളൊക്കെ പരിഗണിക്കുകയും കോടതിയുടെയാണ് അന്തിമ തീരുമാനവും. നേരത്തെ സമാനമായ കേസിൽ ഷാജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജാമ്യം കൊടുത്ത കോടതിയാണ്. അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബോബി ചെമ്മണ്ണൂറും അഭിഭാഷകരും ഉള്ളത്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റിക്കവറി, അതായത് പരമാവധി തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ബോബി ചെമ്മണ്ണൂരിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയി ഇത്തരം തെളിവുകൾ റിക്കവർ ചെയ്യേണ്ട ഒരു സാധ്യതയില്ല എന്ന് അന്വേഷണ പ്രതിഭാഗം ഉന്നയിക്കും. അതോടൊപ്പം അന്വേഷണവുമായി ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യവും ബോബി കോടതിയെ അറിയിക്കും. അങ്ങനെയെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വി രാമൻപിള്ള അടക്കമുള്ള ആളുകൾ കരുതുന്നത്. അവരുടെ പ്രതീക്ഷ അതാണ്. പോലീസാകട്ടെ വിപരീതമായ, അതായത് ബോബി ചെമ്മണ്ണൂർ പറയുന്നതിന് ഘടകവിരുദ്ധമായ എല്ലാ തെളിവുകളും ഹാജരാക്കാൻ തയ്യാറാണെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇടങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ക്രൈം ഇത്രയും സൈബർ ലിഞ്ചിങ്ങും സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണവും ഒക്കെ വർദ്ധിച്ച ശേഷം ഇത്രയും കാര്യക്ഷമമായി ഒരു കേസിൽ പോലീസ് ഇടപെടുന്നത് ഇതാദ്യമായി എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രയും ശക്തമായൊരു ഇടപെടൽ, അസാധാരണമായ വേഗത്തിലുള്ള നടപടികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ, ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ, അങ്ങനെ എല്ലാ വകുപ്പിൽ നിന്നുമുള്ള ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ പ്രതീക്ഷയിലാണ്. കസ്റ്റോഡിയൽ ഇന്ററോഗേഷനുള്ള സാധ്യതയൊക്കെ തുറക്കുമെന്ന്
പോലീസ് പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഇനി കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി ഇന്നലെ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ കുന്തി ദേവി പരാമർശം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താനിത് ബോധപൂർവം നടത്തിയതല്ല, പരിപാടിയുടെ ഭാഗമായി നടത്തിയ വളരെ യാദൃശ്ചികമായി നടത്തിയതാണ്, മുൻകൂട്ടി കണ്ട് പറഞ്ഞതല്ല, തനിക്ക് അതിലേക്ക് വരാം. നമുക്ക് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് കോടതി നടപടികൾ തന്നെയാണ്. എന്താണ് കോടതിയിൽ സംഭവിക്കുക എന്നതാണ് പരിശോധിക്കേണ്ടത്. കസ്റ്റഡിയിൽ വേണം പ്രതിയെ എന്നതാണ് പോലീസിന്റെ നിലപാട്. കൂടുതൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ, അത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് അവസരം കിട്ടിയിട്ടില്ല. അതിനുള്ള സാവകാശം അനുവദിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി പ്രതി ഈ നിലയിൽ സൈബർ ആക്രമണം പരാതിക്കാരിക്കെതിരെ നടത്തുന്നു എന്നതിൻ്റെ തെളിവ് ഇതിനോടകം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട്. ഇപ്പോൾ ജാമ്യാപേക്ഷ അതിലും വാദം നടക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ തന്നെ ജാമ്യാപേക്ഷയിലും വാദം നടക്കും. അപ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നത് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് പര്യാപ്തമായൊരു കേസാണോ അല്ലയോ എന്നതായിരിക്കും കോടതിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട നിയമപ്രശ്നം. അതനുസരിച്ചായിരിക്കും കോടതി അതിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. ഇനി കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയ പരിശോധന അടക്കം, അതിന് പ്രതിയെ കൂടി കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള പരിശോധന, തെളിവ് ശേഖരണമാണ് നടത്താൻ പോകുന്നത് എന്നതായിരിക്കും പോലീസ് കോടതിയിൽ അറിയിക്കുക. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്വിൻ പാലാഴി കോടതിക്ക് മുന്നിലുണ്ട്. അശ്വിൻ, കോടതിയിൽ ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ വേണം, അതായിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ്റെ ഒരു ഊന്നൽ, അതിലായിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ ഊന്നൽ നൽകാൻ പോകുന്നത്. പ്രതിഭാഗം എന്തായിരിക്കും കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പറയാൻ പോകുന്നത്? അതിനോട് അതേ നിലയിൽ കൂടുതൽ സാവകാശം, അതിന് ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ കൂടുതൽ സാവകാശം തേടാനാണോ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്? പോലീസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായ സൂചനകൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നിലവിൽ എന്തായാലും കോടതി നടപടികൾ അനുസരിച്ചായിരിക്കും പോലീസിന്റെ മുന്നോട്ടുള്ള നീക്കം. അതായത് ജാമ്യാപേക്ഷ നിരസിച്ച് റിമാൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം വിശദമായ അന്വേഷണം ചോദ്യം ചെയ്യലടക്കം ഈ കേസുമായി ഉണ്ടാകും. ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്നൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ എന്നൊരു തുറന്നു പറച്ചിൽ ഇദ്ദേഹം നടത്തിയത്. അതിന് പിന്നാലെ ഇതൊക്കെ ചെയ്തതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചതും. അതിന് പിന്നാലെ എന്തായാലും എഫ്ഐആർ ഇട്ടപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ 75-ാം വകുപ്പ്, IT ആക്ടിൽ 67-ാം വകുപ്പ് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പുകളാണ്. അങ്ങനെ വരുമ്പോൾ ജാമ്യാപേക്ഷ എത്രത്തോളം പരിഗണിക്കപ്പെടുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇനിയിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് മറ്റു വിഷയങ്ങളെല്ലാം ഉള്ളത്. ഒരുപക്ഷെ ജാമ്യാപേക്ഷ നിരസിച്ചാൽ അത് പോലീസിനെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സൈബർ അതിക്രമം, സൈബർ അധിക്ഷേപം, അങ്ങനെ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിരുന്നു. ഒരു പ്രതി ഇത്രയും സമൂഹത്തിൽ ഫെയിമായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് ഒരു വിമുഖതയും കാട്ടിയില്ല എന്നുള്ളതൊക്കെ സജീവമായി സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസിന് ഈ ജാമ്യാപേക്ഷ നിരസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസിനെ സംബന്ധിച്ചത് വലിയ അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന മറ്റു കേസുകൾ കൂടിയുണ്ട്. ആ കേസിനൊക്കെ ഊർജ്ജം പകരുന്ന ഒരു നടപടി കൂടിയായിരിക്കും ഇതിൽ ഉണ്ടാവുക. ജാമ്യാപേക്ഷ നിരസിച്ച് റിമാൻഡിലേക്കൊക്കെ പോയാൽ ഉണ്ടാവുക. ഒപ്പം നിലവിൽ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന നിരവധിയായ സൈബർ അതിക്രമങ്ങളുണ്ട്. ഫേക്ക് ഐഡി വഴി രൂപീകരിച്ച് അതിലൂടെ നടത്തുന്ന അധിക്ഷേപങ്ങളുണ്ട്. അതിനെല്ലാം ഒരു താക്കീതായി കൂടി കേസ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ ഒരു പാഠമായി കേസും ഇതിന്റെ നടപടിക്രമങ്ങളും മാറിയിട്ടുണ്ട്. ആദ്യം ഹണിറോസ് നൽകിയ അശ്ലീല കമന്റുകൾക്കെതിരായ ഒരു പരാതിയുണ്ട്. അതിൽ 27 പേർക്കെതിരെയാണ് പരാതി. അതുകൂടാതെ 20ഓളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹണിറോസ് കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തിരുന്നു. അതൊക്കെ ഇതിൽ ഈ അശ്ലീല കമന്റുകളിൽ ഭൂരിഭാഗവും വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവരെയും വെറുതെ വിടാൻ പോലീസ് തയ്യാറായിട്ടുള്ള ഫേസ്ബുക്കിന്റെ സഹായം തേടിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഫേസ്ബുക്ക് അതിൽ മറുപടി നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഈ അക്കൗണ്ടുകൾ എവിടെ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്, ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് വിശദമായി തന്നെ പോലീസിന് ആ വിവരങ്ങൾ കൈമാറിയാൽ ഫേക്ക് അക്കൗണ്ട് വഴി ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന ആളുകൾ പോലീസിന്റെ പിടിയിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ സൈബർ അധിക്ഷേപം ഒരു പരിധിവരെ കുറയ്ക്കാനും അതിന് തടയിടാനും കഴിയുന്ന ഒരു കേസിന്റെ തുടക്കമായി അല്ലെങ്കിൽ അതിന്
നാന്ദി കുറിക്കുന്ന ഒരു കേസായി ഹണിറോസിന്റെ പരാതിയും അതിന് പിന്നാലെയുള്ള ഈ നടപടിക്രമങ്ങളും പോലീസിന്റെ ഇടപെടലും എല്ലാം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി നടപടികൾ ആരംഭിക്കും. ആ കോടതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. കോടതി നടപടികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. എന്തായാലും ജാമ്യാപേക്ഷയെ നിരസിക്കുമോ അതോ ജാമ്യത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ പോകുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. വിജയകുമാർ. ശരി അശ്വിൻ, നമുക്ക് കോടതി നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി വരാം.